ഹായ് ഓൾ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മോഡലാണ് സ്പൈറൽ മോഡൽ. ഈ സ്പൈറൽ മോഡൽ എന്ന് പറഞ്ഞാൽ പ്രോട്ടോടൈപ്പ് മോഡലിൻ്റെയും വാട്ടർഫാൾ മോഡലിൻ്റെയും ഒരു കോമ്പിനേഷനാണ് സ്പൈറൽ മോഡൽ. ഇത് എന്ന് പറഞ്ഞാൽ ഒരു റിസ്ക് ഡ്രിവൺ പ്രോസസ് മോഡലാണ്. അതായത് നമ്മൾ ഇതിനകത്ത് ഒരു ഫേസിന് കൊടുക്കുന്നുണ്ട് റിസ്ക് അനാലിസിസിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു അനാലിസിസ് വരാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ വളരെ കുറഞ്ഞ സെറ്റ് ഓഫ് റിക്വയർമെൻറ്റ്സിൻ്റെ ബേസിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ നമ്മൾ റിസ്ക് എത്രത്തോളം വരുമെന്ന് അനലൈസ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാനും. മാത്രമല്ല റിക്വയർമെൻറ്റ്സ് ഇനിയും മോഡിഫൈ ചെയ്യണമെങ്കിൽ പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് മോഡിഫിക്കേഷൻ നടത്തും. അതുകൊണ്ടാണ് ഇതൊരു പ്രോട്ടോടൈപ്പ് പ്ലസ് വാട്ടർഫാൾ മോഡലിൻ്റെ ഒരു കോമ്പിനേഷനാണ് എന്ന് പറയുന്നത്. പ്രോട്ടോടൈപ്പ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, every phase in spiral model is start with design goal and end with the client review. നമ്മളുടെ സ്പൈറൽ മോഡലിനകത്തുള്ള എല്ലാ ഫേസുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡിസൈൻ ഗോൾ വെച്ചിട്ടും എൻഡ് ചെയ്യുന്നത് ക്ലയൻറ്റ് എന്താണോ ആ ഫേസിനെ കുറിച്ച് റിവ്യൂ തരുന്നത് അതിനനുസരിച്ചായിരിക്കും. ദ ഡെവലപ്മെൻറ്റ് ടീം ഇൻ ദ മോഡൽ ബിഗിൻസ് വിത്ത് സ്മാൾ സെറ്റ് ഓഫ് റിക്വയർമെൻറ്റ്സ് ആൻഡ് ഫോർ ദ സെറ്റ് ഓഫ് റിക്വയർമെൻറ്റ്സ് ടീം ഗോസ് ത്രൂ ഈച്ച് ഡെവലപ്മെൻറ്റ് ഫേസ്. അപ്പോൾ നമ്മളുടെ ഈ ഡെവലപ്മെൻറ്റ് ടീം ഈ ഒരു സ്പൈറൽ മോഡലിനകത്ത് ചെയ്യുന്നത് എന്താ വെച്ചാൽ സ്മാൾ സെറ്റ് ഓഫ് റിക്വയർമെൻറ്റ്സിൻ്റെ ബേസിലാണ് നമ്മുടെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നീട് ഡീറ്റെയിൽ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഈ ഡെവലപ്മെൻറ്റ് ത്രൂ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ റിവ്യൂക്ക് അനുസരിച്ച് ഇങ്ങനെ മോഡിഫൈ ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ നമ്മൾ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട് കുറേ ടൈം വേസ്റ്റേജ് വരുന്നില്ല എന്നുള്ളൊരു ബെനിഫിറ്റാണ് ഇവിടെ ഈ ഒരു സൈഡിലുള്ളത്. നമുക്ക് എന്തെങ്കിലും പറ്റും പ്രൊജക്റ്റ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, കുറേ അതിവിടെ ഇരിക്കണ്ട. പിന്നീട് നമ്മൾ റിസ്ക് അനലൈസ് ചെയ്തിട്ട് അനുസരിച്ച് അഡീഷൻസ് കൊടുത്താൽ മതി. The development team adds the functionality in every spiral till the application is ready. നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ഫീച്ചേഴ്സൊക്കെ ആയിട്ട് സെറ്റ് ആവുന്നതുവരെ നമ്മൾ ഓരോ സ്പൈറലിനകത്തും എന്ത് ചെയ്യും, ഫങ്ഷനാലിറ്റീസ് ആഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കും. ഡെവലപ്മെൻറ്റ് ടീം ചെയ്യുന്ന ഒരു വർക്കാണത്. ഇതാണ് നമ്മളുടെ സ്പൈറൽ മോഡലിൻ്റെ സ്റ്റെപ്സ് ഉള്ളത്. ഐഡൻറ്റിഫൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ റിക്വയർമെൻറ്റ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മുടെ റിക്വയർമെൻറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യും, അണ്ടർസ്റ്റാൻഡ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡു ദ റിസ്ക് അനാലിസിസ്. അവിടെയാണ് നമ്മൾ റിസ്ക് എത്രത്തോളം വരുമെന്ന് അനലൈസ് ചെയ്യുന്നത്. പിന്നെ ബിൽഡ് ആൻഡ് ടെസ്റ്റ് ദ സോഫ്റ്റ്വെയർ. നമ്മുടെ സോഫ്റ്റ്വെയറിനെ ബിൽഡ് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. പിന്നെ ഇവാലുവേറ്റ് ദ സോഫ്റ്റ്വെയർ വെൻ ഇറ്റ് മീറ്റ്സ് ദ കസ്റ്റമർ നീഡ്സ്. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, നമ്മുടെ സോഫ്റ്റ്വെയർ കസ്റ്റമർ നീഡ്സൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യും. ഇല്ല എങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസൊക്കെ വരുത്താനുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ റിക്വയർമെൻറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഇതേ പ്രോസസ്സുകൾ തന്നെ കംപ്ലീറ്റ് ചെയ്യും. ഫേസസ് ഓഫ് സ്പൈറൽ മോഡൽ. നമ്മുടെ സ്പൈറൽ മോഡലിൽ ഫേസസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പ്ലാനിങ് ഉണ്ട്, പിന്നെ റിസ്ക് അനാലിസിസ് ഉണ്ട്, പിന്നെ എൻജിനീയറിംഗ് ഉണ്ട്, പിന്നെ എവാലുവേഷൻ ഉണ്ട്. ഇതാണ് ജസ്റ്റ് സ്പൈറൽ മോഡലിൻ്റെ ഒരു ഫിഗറായിട്ട് കാണിച്ചിട്ടുള്ളത്. പ്ലാനിങ് ആണ്, അവിടെ റിക്വയർമെൻറ്റ് ഗ്യാതറിംഗ് ഉണ്ട്, പിന്നെ റിസ്ക് അനാലിസിസ് ഉണ്ട്, അവിടെയാണ് പ്രോട്ടോടൈപ്പിംഗ് നടക്കുന്നത്, പിന്നെ എൻജിനീയറിംഗ് ഉണ്ട്, അവിടെയാണ് കോഡിങ്ങും ടെസ്റ്റിങ്ങും നടക്കുന്നത്, പിന്നെ ഇവാലുവേഷൻ ഉണ്ട്, അതാണ് കസ്റ്റമർ റിവ്യൂ അല്ലെങ്കിൽ കസ്റ്റമർ ഇവാലുവേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫേസ് നോക്കാം, പ്ലാനിങ്. ദിസ് ഫേസ് സ്റ്റഡീസ് ആൻഡ് കളക്ട് ദ റിക്വയർമെൻറ്റ് ഫോർ കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കസ്റ്റമർ ആൻഡ് സിസ്റ്റം അനലിസ്റ്റ്. ഇറ്റ് ഇൻവോൾവ് എസ്റ്റിമേഷൻ ഓഫ് ദ കോസ്റ്റ് ആൻഡ് റിസോഴ്സസ് ഫോർ ദ ഇറ്ററേഷൻ. ഈ പ്ലാനിങ് ഫേസിലാണ് നമ്മൾ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഡാറ്റാസ്, അതേപോലെ എന്തൊക്കെയാണ് അവരുടെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നതും എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് കൊടുക്കേണ്ടതെന്നൊക്കെ സ്റ്റഡി ചെയ്യുന്നതും ഈ ഒരു പ്ലാനിങ് ഫേസിലാണ്. അപ്പോൾ ഈ കസ്റ്റമറായിട്ട് കോൺടാക്ട് ചെയ്യുന്നത് സിസ്റ്റം അനലിസ്റ്റ് ആയിരിക്കും. എന്നിട്ട് അവർ എന്തൊക്കെ ഫീച്ചേഴ്സ് കൊടുക്കണം എന്നൊക്കെ അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചായിരിക്കും ഡെവലപ്മെൻറ്റ് മുന്നോട്ട് പോവുക. ഇറ്റ് ഇൻവോൾവ്സ് എസ്റ്റിമേഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് റിസോഴ്സ്. അതേപോലെ തന്നെ ഈ പ്ലാനിങ് ഫേസിൽ തന്നെ നമ്മൾ എത്രത്തോളം കോസ്റ്റ് വരുമെന്ന് എസ്റ്റിമേറ്റ് ചെയ്യും, അതേപോലെ റിസോഴ്സസ് എത്രത്തോളം വേണമെന്നൊക്കെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ പ്ലാനിങ് ഫേസിലാണ്. സെക്കൻഡ് ഫേസാണ് റിസ്ക് അനാലിസിസ്. ദിസ് ഫേസ് ഐഡൻറ്റിഫൈ ദ റിസ്ക് ആൻഡ് പ്രൊവൈഡ് ദ അൾട്ടർനേറ്റ് സൊല്യൂഷൻസ് ഇഫ് ദ റിസ്ക് ഈസ് ഫൗണ്ട്. ഈ ഫേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിസ്ക് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും എന്തൊക്കെയാണ് സൊല്യൂഷൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ റിസ്ക് എന്തെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സൊല്യൂഷൻസ് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് റിസ്ക് അനാലിസിസ് ഫേസിലാണ്. തേർഡ് ഫേസാണ് എൻജിനീയറിംഗ്. In this phase, actual development, that is coding of the software, is completed. Testing is completed at the end of the phase. ഈ എഞ്ചിനീയറിംഗ് ഫേസിലാണ് നമ്മുടെ കോഡിംഗ് ഒക്കെ നടത്തുന്നത്. നമ്മൾ ആക്ച്വലി നമ്മളുടെ ഈ കോഡ് അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്, അത് കംപ്ലീറ്റ് ചെയ്യുന്നതൊക്കെ ഈ കോഡിംഗ് ഫേസിലാണ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫേസിലാണ്. കോഡിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ എൻഡിൽ എന്ത് ചെയ്യും, ടെസ്റ്റിംഗ് പ്രോസസ്സും കൂടെ നമ്മൾ ചെയ്യും. ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇവാലുവേഷൻ. ഗെറ്റ് ദ സോഫ്റ്റ്വെയർ ഇവാലുവേറ്റഡ് ബൈ ദ കസ്റ്റമേഴ്സ്. ദേ പ്രൊവൈഡ് ദ ഫീഡ്ബാക്ക് ബിഫോർ ദ പ്രൊജക്ട് കണ്ടിന്യൂസ് ടു ദ നെക്സ്റ്റ് സ്പൈറൽ. അപ്പോൾ ഇവിടെയാണ് ഇവാലുവേഷൻ ഫേസിലാണ് നമ്മുടെ കസ്റ്റമർ റിവ്യൂ ചെയ്യുന്നത്. നമ്മുടെ പ്രൊജക്റ്റ് എത്രത്തോളം അവർ സാറ്റിസ്ഫൈഡ് ആണ്, എത്ര പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണ് എന്നും ഇനി എന്തൊക്കെയാണ് മോഡിഫിക്കേഷൻസ് വരേണ്ട സജഷൻസൊക്കെ അവർ കൊടുക്കുന്നത് ഈ ഒരു ഇവാലുവേഷൻ ഫേസിലാണ്. അങ്ങനെ അവർ എന്തൊക്കെയാണോ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ സജഷൻസൊക്കെ തന്നത് അതിനനുസരിച്ചായിരിക്കും നെക്സ്റ്റ് സ്പൈറലിലേക്ക് നമ്മൾ മൂവ് ചെയ്യുക. എന്നിട്ട് ആ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് നെക്സ്റ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ആയിട്ട് വരും. അങ്ങനെയാണ് ഈ പ്രോസസ്സ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോവുക കേട്ടോ.
ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് റെഡ്യൂസ് ഹൈ എമൗണ്ട് ഓഫ് റിസ്ക്. ഇങ്ങനെ അവർ ഓരോ സ്പൈറലിലും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതുകൊണ്ട് ഒരു ഹെവി ടാസ്ക് ആയിട്ട് അത് മാറാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹൈ എമൗണ്ട് ഓഫ് റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇറ്റ്സ് ഗുഡ് ഫോർ ലാർജ് ആൻഡ് ക്രിട്ടിക്കൽ പ്രൊജക്ട്സ്. അതേപോലെ തന്നെ ഇത് ലാർജ് പ്രൊജക്റ്റിനും ക്രിട്ടിക്കൽ പ്രൊജക്റ്റിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മോഡലാണ്. ഇറ്റ് ഗീവ്സ് സ്ട്രോങ് അപ്രൂവൽ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ കൺട്രോൾ. മാത്രമല്ല ഇതൊരു സ്ട്രോങ് അപ്രൂവൽ നൽകുന്നുണ്ട്, അതേപോലെ ഡോക്യുമെൻറ്റേഷൻ കൺട്രോളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇൻ സ്പൈറൽ മോഡൽ സോഫ്റ്റ്വെയർ ഈസ് പ്രൊഡ്യൂസർ ഏർലി ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് പ്രോസസ്സ്. അതേപോലെ തന്നെ സ്പൈറൽ മോഡൽ നമുക്ക് വളരെ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമിൽ തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ പ്രൊഡ്യൂസർ ആവുന്നുണ്ട്. ലൈഫ് സൈക്കിൾ പ്രോസസ്സിൻ്റെ ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് എന്താവുന്നുണ്ട്, നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ മോഡലിനേക്കാൾ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് അതാണ്. കസ്റ്റമറുടെ കയ്യിൽ പ്രൊഡക്റ്റുകൾ കിട്ടുന്നില്ല, അപ്പോൾ അവരിങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നതിനനുസരിച്ചാണ് മിസ്റ്റേക്കുകൾ മനസ്സിലാക്കുക. അതായത് പ്രാക്ടിക്കലി മനസ്സിലാവുകയാണ് ഇന്ന മിസ്റ്റേക്ക് ഉണ്ട്, അപ്പോൾ അത് സോൾവ് ചെയ്യണം. അപ്പോൾ ഈ ഡെവലപ്പിംഗ് ടീം അതെപ്പോഴും സെറ്റായിരിക്കും ഇവർ അതനുസരിച്ചുള്ള മോഡിഫിക്കേഷൻസ് കൊടുക്കാൻ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. അപ്പോൾ യൂസേഴ്സിന് അത്രയും അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് അത്രയും സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇവിടെ ഉള്ളത്. ഇനി ഡിസഡ്വാൻറ്റേജസ് നോക്കുമ്പോൾ ഇറ്റ് ക്യാൻ ബി കോസ്റ്റ്ലി ടു ഡെവലപ്പ് എ സോഫ്റ്റ്വെയർ മോഡൽ. ഇങ്ങനെ ഒരു ഡെവലപ്പ് മോഡൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആർക്കിടെക്ചറിലൊക്കെ കോസ്റ്റ് വരുമെന്ന് പറഞ്ഞ പോലെയുള്ള ഒരു കോസ്റ്റ്ലി ഇഷ്യൂസ് ഇവിടെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ടുണ്ട്. പിന്നെ ഇറ്റ്സ് നോട്ട് യൂസ്ഡ് ഫോർ സ്മോൾ പ്രൊജക്ട്സ്. അതേപോലെ തന്നെ സ്മോൾ പ്രൊജക്ട്സിന് വേണ്ടിയിട്ട് അത് അത്ര യൂസ്ഫുൾ ആവുന്നില്ല. ഇത് ലാർജ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് യൂസ്ഫുൾ ആവുള്ളൂ. ഇത്രയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഇനി നമുക്ക് പ്രോട്ടോടൈപ്പ് മോഡലും കൂടെ പറയാനുണ്ട്, ഞാൻ വേറൊരു വീഡിയോ ആക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.